إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് തഖ്വയുള്ള യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിൻ്റെ നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ മഹനീയമായ സ്വർഗം നേടിയെടുക്കുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കേരളത്തിൽ നേർച്ച വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. പുതിയങ്ങാടി എന്ന ഒരു സ്ഥലത്ത് നടന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കൊണ്ടുവരപ്പെട്ട ആനക്ക് മദമിളകുകയും അങ്ങനെ ഒരാൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും വായിച്ചും കേട്ടും അറിഞ്ഞിരിക്കും. ഇത്തരത്തിലുള്ള ഈ ഒരു സന്ദർഭം കടന്നു വന്നു എന്നതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് നേർച്ച എന്നും നേർച്ചയുടെ ശരിയും തെറ്റും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും ഇസ്ലാമിൻ്റെ പല നിയമങ്ങളും കൃത്യമായി അറിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം മദ്രസയിലെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോട് എന്താണ് ഹജ്ജ് എന്ന് ചോദിച്ചു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്കറിയുന്നത് മക്കയിൽ പോയി കഅബയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഏതാനും കാര്യങ്ങൾ. നമ്മളിൽ അധികം ആളുകൾക്കും അത്രയാണ് ഹജ്ജിനെ കുറിച്ച് അറിയാം. എത്ര ദിവസമാണ് ഹജ്ജ് അറിയില്ല. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മളിലും മഹാഭൂരിപക്ഷം ആളുകൾക്കും ഇതൊന്നും അറിയില്ല. ഹജ്ജിന് പോകാൻ തുടങ്ങുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ, അതിനുവേണ്ടി ഇടപെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുക. ചിലപ്പോഴൊക്കെ 40 ദിവസം ഹജ്ജ് എന്ന് നമ്മൾ ധരിച്ചു. മറ്റു ചിലപ്പോൾ
15 ദിവസം കൊണ്ട് തീരുമെന്ന്. ദുൽഹിജ്ജ 8-ന് തുടങ്ങി 13-ന് തീരുന്ന കേവലം 6 ദിവസത്തെ പ്രവർത്തനങ്ങളാണ്. അതിലെ വിവിധ പ്രവർത്തനങ്ങൾ, അതിലാണ് തവാഫും സഅയും റംലും അതേപോലെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല. കാരണം അതൊരു വിവാദമായി വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നുള്ളൂ. അതുകൊണ്ട് പഠിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നതുപോലെ തന്നെ നേർച്ച എന്ന് പറയുമ്പോൾ അതിൽ ശരിയായതേത് തെറ്റായതേത് അതുണ്ടോ, ഇസ്ലാമില്ലതാണോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന നേർച്ച, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നേർച്ച, അത് ഇസ്ലാമിലുള്ളതാണോ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലെ ഉമ്മമാർ, നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നേർച്ച, അത് ഇസ്ലാമിലുള്ളതാണോ? അതിന് പ്രതിഫലം കിട്ടുന്നതാണോ? അത് നിർബന്ധമാണോ? അത് സുന്നത്താണോ? അല്ലാതെ ഹറാമിന്റെ കൂട്ടത്തിലാണോ? ഇത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന നിലക്ക് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ അറിയണമെന്ന നിലക്ക് കേവലം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ആനയെയും അതേപോലെ തന്നെ മറ്റു മതസ്ഥർ അവരുടെ ആരാധനാലയങ്ങളിൽ നടത്തുന്ന ഉത്സവങ്ങൾ പോലെ മുസ്ലിം പള്ളികളിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്ക് സമീപത്ത് സ്ഥാപിച്ച മക്ബറകളുമായി ബന്ധപ്പെട്ട് ഖബറുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പേക്കൂത്തുകൾക്കാണോ യഥാർത്ഥത്തിൽ ഇസ്ലാം നേർച്ച എന്ന് പറയുന്നത്? അതിന് നേർച്ച എന്ന് വിളിക്കാൻ കഴിയില്ല. ഇസ്ലാമിൽ നേർച്ച എന്ന പദത്തിന്റെ അർത്ഥം വാഗ്ദാനം എന്നാണ്, അതല്ലെങ്കിൽ ഭയം, അതല്ലെങ്കിൽ നിർബന്ധം എന്നതാണ്. ഇസ്ലാമിൽ നേർച്ച എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ് നേർച്ച എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ സുന്നത്തായ ഐച്ഛികമായ ഒരു കാര്യത്തെ സ്വയം നിർബന്ധമായി പ്രഖ്യാപിക്കലാണ് നേർച്ച. ഒരു കാര്യം സുന്നത്താണ്, ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്തായ കർമ്മത്തെ ഞാൻ അത് നിർവഹിക്കുമെന്ന് തീരുമാനിക്കുന്ന ആ നിർബന്ധമാക്കലിനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്തു നോമ്പുണ്ട്. എന്നാൽ ഒരു വിശ്വാസി ഇനിയുള്ള ഈ മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ നോമ്പ് നോക്കും എന്നു നേർച്ച ചെയ്താൽ, എന്ന് തീരുമാനമെടുത്താൽ ആ ആൾ ആ സുന്നത്തു നോമ്പ് എടുക്കൽ നിർബന്ധമായി തീർന്നു. തിങ്കളാഴ്ചയിൽ നോമ്പനുഷ്ഠിക്കൽ അവർക്ക് നിർബന്ധമായി തീരും. അതല്ലെങ്കിൽ ബലിയെറുക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറവ് നടത്ത് ദാനം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ഒരാടിനെ അറുത്ത് ദാനം ചെയ്യാൻ പറ്റും, ഏതു സമയത്തും ചെയ്യാം. പക്ഷെ ഒരാൾ തീരുമാനിക്കുന്നു ഞാൻ ഇന്ന് ഒരാടിനെ അറുത്ത് ആളുകൾക്ക് ദാനം ചെയ്യും, അത് അയാൾക്ക് സുന്നത്തായിരുന്നു, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് ഇത്തരം തീരുമാനങ്ങളിലൂടെ അയാൾ പ്രഖ്യാപിക്കുന്നതിലൂടെ അത് അയാൾക്ക് നിർബന്ധമായി തീർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നേർച്ച എന്നത് ഒരു ഇബാദത്താണ്. ഇവിടെ തമാശയായിട്ട് കളയാനുള്ളതും അല്ല. നേർച്ച എന്ന് പറഞ്ഞാൽ ഇബാദത്തായിട്ടാണ് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ അടിമകളുടെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞപ്പോ നേർച്ച വീട്ടുന്നവരാണ്, നേർച്ച നിർവഹിക്കുന്നവരാണ്, നേർച്ച പൂർത്തീകരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. സൂറത്തു ഇൻസാനിലൂടെ നമുക്ക് കാണാൻ കഴിയും. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യൂഫൂന ബിന്നദ്ർ, അവർ നേർച്ച നിറവേറ്റുന്നവരാണ്. നേർച്ച ചെയ്താൽ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ എന്തു ചെലവഴിച്ചാലും നിങ്ങൾ എന്തു നേർച്ച ചെയ്താലും അല്ലാഹു അതറിയുന്നു. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് യാതൊരുവിധ സഹായിയും ലഭ്യമല്ല എന്നത്. അപ്പോൾ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയ നേർച്ച എന്താണ്? നേർച്ച നിർവഹിക്കണം, നേർച്ച നിറവേറ്റണം എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അത് നിർവഹിക്കൽ നിർബന്ധമാണ് എന്നതാണ്. എന്നാൽ എന്താണ് നേർച്ച? എന്താണ് നേർച്ച? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് മൻ നദറ അൻ യുതി അല്ലാഹ ഫൽയുതിഉഹു വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിയഹു. ഇതാണ് യഥാർത്ഥത്തിൽ നേർച്ച. ഒരാൾ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഒരാൾ നേർച്ച ചെയ്താൽ അത് നിറവേറ്റേണ്ടതാണ്. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാൾ നേർച്ച നേരുകയാണെങ്കിൽ ആ നേർച്ച നിറവേറ്റേണ്ടതില്ല എന്നതാണ്. അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അള്ളാഹു നിയമമാക്കിയ ഒരു കാര്യത്തെയാണ് നേർച്ചയാക്കുന്നത് എങ്കിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് നേർച്ചയാക്കുന്നത് എങ്കിൽ
ആ നേർച്ച നിർവഹിക്കേണ്ടതാണ്. എന്നാൽ അനുവദിക്കപ്പെടാത്ത കാര്യമാണ് നേർച്ച ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ നേർച്ച നിർവഹിക്കാൻ പാടില്ല എന്നതാണ്. നേർച്ച നേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ച നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള നേർച്ച തന്നെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള നേർച്ചയെ അത് ഷിർക്കായി ഇബാദത്തായതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നേർച്ച കടന്നുപോയാൽ അത് ഷിർക്കിന്റെ കൂട്ടത്തിലേക്ക് കടന്നു വരും. അള്ളാഹുൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തിൽ പങ്കാളിയെ ചേർക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ ചെയ്തവനായി ആ പ്രവർത്തനത്തിലൂടെ അവർ മാറുമെന്നതാണ് ഷിർക്കിന്റെ ഗൗരവം. ഒരുപാട് ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലുഖ്മാനുൽ ഹക്കീം മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ ഒന്നാമത്തെ ഉപദേശം യാ ബുനയ്യ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അളീം. മോനെ ശിർക്ക് ചെയ്യാൻ പാടില്ല, അത് വമ്പിച്ച പാതകമാണ്. അതുപോലെ തന്നെ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാ ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ. ഒരാൾ ശിർക്ക് ചെയ്താൽ അല്ലാഹു പൊറുത്തു കൊടുക്കുകയില്ല, അല്ലാത്ത ഏതും അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് പൊറുത്തു കൊടുക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ അത്തരം ആളുകൾക്ക് നരകം നിർബന്ധമായി തീരും, സ്വർഗം നിഷിദ്ധമായി തീരുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. സ്വർഗം നിഷിദ്ധമാണ്, ഒരിക്കലും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല. അവർക്ക് ഉള്ള സങ്കേതം, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം അത് നരകമാണ് എന്ന് പറഞ്ഞ ആ ഷിർക്കിന്റെ ഏറ്റവും ഗൗരവമേറി നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ഷിർക്കിന്റെ കൂട്ടത്തിലേക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോകും അള്ളാഹു അല്ലാത്തവരിലേക്ക് നേർച്ചകൾ കടന്നുപോയാൽ. അതുകൊണ്ട് അതിനെ ഗൗരവത്തിൽ നമ്മൾ കാണണം. രണ്ടു തരത്തിലാണ് നേർച്ചകൾ ഉള്ളത്. രണ്ടു തരത്തിൽ നേർച്ചകളെ കാണാൻ കഴിയും. ഒന്ന്, വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച. എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്യാം. ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ഒരു നേർച്ച. എൻ്റെ രോഗം മാറിയാൽ ഞാൻ ഇത് ചെയ്യും, ഞാൻ പാസ്സായാൽ ഞാൻ ഇത് ചെയ്യും, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ഇത് ചെയ്യും, എൻ്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ ഇത് ചെയ്യും, എനിക്ക് കുട്ടി ഉണ്ടായാൽ ഞാൻ ഇന്നത് ചെയ്യും. ഇങ്ങനെ വിവിധ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ആ ആവശ്യങ്ങൾ കിട്ടിയാൽ ഞാൻ ഇത് ചെയ്യാം എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയുണ്ട്. മറ്റൊന്ന് കണ്ടീഷൻ ഒന്നും വെക്കാതെയുള്ള നേർച്ച. ഈ രണ്ടു നേർച്ചകളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്, ചില ആളുകൾ പറഞ്ഞു വ്യവസ്ഥ കൊണ്ടുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞു, പരിപൂർണമായും ഹറാം. അതേപോലെ തന്നെ ചില ആളുകളെങ്കിലും കറാഹത്തുകളായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കണ്ടീഷൻ ഇല്ലാതെ ചെയ്യുന്നത് ചില പണ്ഡിതന്മാർ അനുവദിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ പറഞ്ഞു രണ്ടും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. നേർച്ച രണ്ടും നിഷിദ്ധമാണ്, നേർച്ച ചെയ്യരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേർച്ച നിർവഹിക്കേണ്ടതില്ല എന്നല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. നേർച്ച നേർന്നത് നിർവഹിക്കൽ നിർബന്ധമാണ്. എന്നാൽ നേർച്ച നിർവഹിക്കുക, നേർച്ച ഒരാൾ നേരുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേരുക എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ് ഹദീസുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ തൻദുറു فإن النذر لا يغني من القدر شيئا وإنما يستخرج به من البخيل. لا تنذروا, നിങ്ങൾ നേർച്ച നേരരുത്, നിങ്ങൾ നേർച്ച നേരാൻ പാടില്ല എന്നാണ് പ്രവാചകൻ ആ ഹദീസ് എടുത്തു പറയുന്നത്. എന്നിട്ട് അവിടെ കാരണം പറഞ്ഞത് فإن النذر لا يغني من القدر شيئا. നേർച്ച ഖദറിൽ നിന്ന് യാതൊന്നും കുറവ് വരുത്തുകയില്ല. അള്ളാഹ് തീരുമാനിച്ചൊരു തീരുമാനത്തിൽ ഒരു മാറ്റവും ആ ഒരു നേർച്ച കൊണ്ടുണ്ടാക്കി കൊടുക്കുകയില്ല. എന്തിനാ ആളുകൾ നേർച്ച ചെയ്യുന്നത്? നേർച്ച ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ നേർച്ച നേർന്നു എന്നതുകൊണ്ട് ഒരു ലക്ഷ്യവും പൂർത്തിയാവുകയില്ല എന്നാണ് അതിൽ ചേർത്ത് പറയുന്നത്. എന്നാൽ എന്താണ് നേർച്ച കൊണ്ട് സാധിക്കുക? ഒരു ബഖീലിൽ നിന്ന്, ഒരു പിശുക്കനിൽ നിന്ന് സമ്പത്ത് പുറത്തു കൊണ്ടുവരിക എന്നതു മാത്രമേ നേർച്ചയിലൂടെ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ നേർച്ച രണ്ട് ഭാഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നേർച്ച ഒരാൾ നേരുക എന്ന് പറയുന്നതിന് പ്രോത്സാഹനമില്ല. എന്നാൽ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അത് നിർവഹിക്കൽ നിർബന്ധമാണ്.
ഈ രണ്ട് ഭാഗങ്ങൾ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ അത് നിറവേറ്റുക എന്നത് നിർബന്ധമായി മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യ കാലത്ത് ഒരു നേർച്ച നേർന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, കുൻതു നദർതു ഫിൽ ജാഹിലിയ്യ അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം ഖാല ഫഔഫി ബിനദ്രിക്. ഞാൻ ജാഹിലിയ്യ കാലത്തെ മസ്ജിദുൽ ഹറാമിൽ ഇത്തിക്കാഫിരിക്കുമെന്ന് ഞാൻ നേർച്ച ചെയ്തു. ഒരു ദിവസം ഒരു രാത്രി ഞാൻ ഇത്തിക്കാഫിരിക്കും എന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഫഔഫി ബിനദ്രിക്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ആ നേർച്ച നീ നിർവഹിക്കണമെന്ന്, ജാഹിലിയ്യ കാലത്ത് ചെയ്തതായിട്ട് പോലും അത് നിർവഹിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നേർച്ച നിറവേറ്റേണ്ടതുണ്ട്. ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഒരാൾ മരണപ്പെട്ടു പോയി, നേർച്ചയുള്ള ഒരാൾ മരണപ്പെട്ടു പോയാൽ അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വിഷയത്തിൽ ഒരു സംശയവുമായി വരുന്നുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അവിടുന്ന് പരാതി പറയുന്നത്, എൻ്റെ ഉമ്മ ഒരു നേർച്ച നിറവേറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നേർച്ച നേർന്നിരുന്നു, പക്ഷെ അത് നിർവഹിക്കാതെയാണ്, അത് പൂർത്തീകരിക്കാതെയാണ് ഈ ലോകത്ത് ഇവിടെ പറഞ്ഞത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫഅഫ്താഹു അൻ യഖ്ലിയഹു അൻഹാ. അത് നീ നിർവഹിക്കണം, അത് പൂർത്തീകരിക്കണം എന്ന ഫത്വയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫകാനത് സുന്നത്തൻ ബഅദ്. അത് അതിന് ശേഷം വരുന്നവർക്ക് സുന്നത്തായ കാര്യമാണ്, നിർവഹിക്കേണ്ട കാര്യമാണ് എന്നതാണ്. എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആളുകളുടെ അനന്തരാവകാശികൾ സാധാരണ എന്തു കടങ്ങളും വീട്ടുന്നത് പോലെ തന്നെ നോമ്പ് കടമുണ്ടെങ്കിൽ അത് വീട്ടേണ്ടതുണ്ട് എന്നതുപോലെ, സമ്പത്തിന്റെ കടമുണ്ടെങ്കിൽ അത് വീട്ടേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ ഒരാൾ നേർച്ച ബാക്കിയുണ്ട് എങ്കിൽ അതിൻ്റെ ശേഷം വരുന്ന ആളുകൾ, അനന്തരാവകാശികൾ, അത് നിർവഹിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ആ ഹദീസ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇനി ഒരാൾ നേർച്ച നേർന്നിട്ട് അത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു നേർച്ച ചെയ്തു പക്ഷെ പൂർത്തീകരിച്ചില്ല. രണ്ട് ഭാഗങ്ങളാണ്. ഹറാമായ ഒരു കാര്യത്തിൽ നേർച്ചയില്ല, നിർബന്ധമായ ഒരു കാര്യത്തിൽ നേർച്ചയില്ല. ഞാൻ 5 നേരം നിസ്കാരം നിർവഹിക്കുമെന്ന് നിർബന്ധമായ ഒരു കാര്യത്തെ നേർച്ചയാക്കേണ്ടതില്ല, അത് നിർബന്ധം തന്നെയാണ്. അത്തരം ഒരു നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. ഹറാമായ ഒരു കാര്യത്തെ നേർച്ചയാക്കാൻ അതും പാടില്ല. ഞാൻ കള്ളു കുടിക്കും, നേർച്ചയാക്കാൻ പാടില്ല, അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നേർച്ച തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സുന്നത്തായ ഒരു കാര്യത്തെ നിർബന്ധമാക്കുന്നതാണ് നേർച്ച. ഇനി ഒരാൾ അങ്ങനെ നേർച്ച ചെയ്തു, നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച നോമ്പ്, അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരത്തെ അല്ലെങ്കിൽ സുന്നത്ത് നോമ്പിനെ ഒരാൾ നേർച്ച നേർന്നു എങ്കിൽ അയാൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പല കാരണങ്ങളാൽ അയാൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അയാൾ അതിന് കഫാറത്ത് നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് കഫാറത്ത്? കഫാറത്തുൻ നദ്രി കഫാറത്തുൽ യമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. സത്യം ചെയ്താൽ അത് ലംഘിച്ചാൽ എന്താണോ കഫാറത്ത്, പ്രായശ്ചിത്തമുള്ളത്, അതേ പ്രായശ്ചിത്തം തന്നെയാണ് നേർച്ച നേർന്നിട്ട് അത് നിറവേറ്റിയിട്ടില്ല എങ്കിൽ. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്ത് കൃത്യമായി പറഞ്ഞു എന്തൊക്കെയാണ് കഫാറത്ത്. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ ഫകഫാറതുഹു ഇത്ആമു 10 മസാകീന മിൻ ഔസത് മാ തുത്ഈമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹ്രീറു റഖബ. 3 ഓർഡറായി എടുത്തു പറഞ്ഞു. ഒന്നെങ്കിൽ 10 ആളുകൾക്ക് ഭക്ഷണം നൽകണം, അതല്ലെങ്കിൽ 10 ആളുകൾക്ക് വസ്ത്രം നൽകണം, അതുമല്ലെങ്കിൽ തഹ്രീറു റഖബ, അടിമയെ മോചിപ്പിക്കണം. ഇനി ഫമൻ ലം യജിദ്, ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ പറയപ്പെട്ടതൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ ഫസിയാമു 3 അയ്യാം, 3 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കുക എന്നതാണ്. ദാലിക കഫാറത്തു ഐമാനികും ഇദാ ഹലഫ്തും. ഒരാൾ സത്യം ചെയ്തിട്ട് അയാൾ അത് ലംഘിച്ചാൽ അതിനുള്ള കഫാറത്ത് അതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഈ പറയുന്ന നദർ പാലിച്ചിട്ടില്ല എങ്കിൽ, ഏറ്റെടുത്തിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അത് വലിയ കാര്യമാകാം ചെറിയ കാര്യമാകാം. ചില ആളുകളെങ്കിലും ഞാൻ ഇനിയുള്ള 10 കൊല്ലം എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോക്കും എന്നൊരാൾ നേർച്ച നേർന്നാൽ അയാൾക്ക് നിർവഹിക്കാൻ കഴിയില്ല, പ്രയാസങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു നേർച്ച നിർവഹിച്ചു കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ആ നേർച്ചയുമായി ബന്ധപ്പെട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കഫാറത്ത് നിർവഹിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അനുവദനീയമല്ലാത്തൊരു കാര്യത്തെയാണ് ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട് എങ്കിൽ ലാ നദ്റ ഇല്ലാ ഫീമാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് വലാ യമീന ഫീ ഖതിയതി റഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസ്, അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് തേടുന്ന കാര്യത്തിലല്ലാതെ നേർച്ചയില്ല. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ശബദങ്ങളിലും പ്രായശ്ചിത്തമില്ല. കുടുംബബന്ധം മുറിക്കാൻ ഒരാൾ നേർച്ച ചെയ്തു, അത് നിർവഹിക്കേണ്ടതില്ല.
അതിന് പ്രായശ്ചിത്തവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്രത്തോളം ഈ വിഷയത്തെ എടുത്ത് കൃത്യമായി പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ നേർച്ച ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ഉമ്മമാരിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടവർക്കൊന്നും യഥാർത്ഥത്തിൽ നേർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശരിയായ വശങ്ങൾ അറിയുന്നില്ല, പലപ്പോഴും അറിയുന്നില്ല. പലരും നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും നേർച്ച എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. അധികം ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കളെ കിട്ടാൻ നേർച്ച ചെയ്യും, അനുവദിക്കപ്പെട്ടത് തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ ഖബറുകളിലേക്കും അതേപോലെ തന്നെ മറ്റു പല അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്കുമാണ് നേർച്ചകൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇത്തരത്തിൽ പ്രത്യേകിച്ച് വിഷയങ്ങളും ഇഷ്യൂകളും ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിക്കേണ്ടത്. പരമാവധി ജീവിതത്തിൽ ഒരു സമയം ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ദീനിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, അതൊരു ഇബാദത്താണ്. അതൊരു ഇബാദത്തായതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം എന്ന് സൂചിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ ഏതെങ്കിലും ഖബറുകളുമായി ബന്ധപ്പെട്ട്, ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നേർച്ചകളാണ്. ജാറങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉറൂസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ നാടുകളിൽ നേർച്ച എന്ന് പറയാതെ ഈ നടത്തുന്ന ഉറൂസുകൾ, മറ്റു നാടുകളിൽ ഉറൂസുകൾക്ക് പകരം ഉപയോഗിക്കുന്ന പദമായിട്ടാണ് നേർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ ഈ പറയപ്പെടുന്ന പേരുകളിലാണ്, നേർച്ച എന്ന പേരിലാണ് ഈ പറയുന്ന അപകടമുണ്ടായതും അങ്ങോട്ട് ആ ഭാഗത്താണ്, കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടല്ല. പക്ഷെ അവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉറൂസ് പോലെയുള്ള, അതേപോലെ തന്നെ മറ്റു മതങ്ങളിൽ ഉത്സവങ്ങൾ ഉള്ളതുപോലെയുള്ള ആഘോഷങ്ങൾ, അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാ ഹറാമിൻ്റെ കാര്യങ്ങളും അവിടെ സംഭവിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ശിർക്ക് മുതൽ താഴോട്ടുള്ള മുഴുവൻ തിന്മകളും അതിലൂടെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആട് എന്നതാണ്, അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കോഴി എന്നതാണ്, അല്ലെങ്കിൽ ഉള്ളാള തങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കിയ ഇന്ന മൃഗം എന്നൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നേർച്ച എന്ന് പറയുമ്പോൾ തന്നെ കടന്നു വരുന്നത്. ഇതൊക്കെ എല്ലാ നിലക്കും പരിപൂർണമായും ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്നും അത് ഷിർക്കിൻ്റെ കൂട്ടത്തിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ നരകം നിർബന്ധമാക്കുന്ന, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളെയും നിഷിദ്ധമാക്കുന്ന, എല്ലാം പൊളിച്ചു കളയുന്ന, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗത്തിന് ഏറ്റവും വലിയ തടസ്സമായി മാറുന്ന പ്രവർത്തനങ്ങളായിട്ടാണ് ഇതൊക്കെ മാറുക എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നേർച്ചയുടെ പേരിൽ ഇന്ന് നടക്കുന്ന പേക്കൂത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല, വളരെ ഗൗരവമുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്ന പുതിയങ്ങാടിയുടെ നേർച്ചയുടെ ഭാഗമായി, അതിൻ്റെ പൂരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഇന്നലെയോ ഇന്നോ ആദ്യമായി നടക്കുന്ന സംഭവങ്ങളല്ല, മുമ്പും ഇതുപോലെ തന്നെയുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ഈ ആനകളെ കൊണ്ടുവരലും അതുപോലെ തന്നെയുള്ള കാട്ടിക്കൂട്ടലുകളും ഒക്കെ മുമ്പേ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഇതിനൊന്നും പ്രോത്സാഹനം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ എന്തു വിഷയങ്ങൾ ഉണ്ടാകും, ഇസ്ലാമിൻ്റെ നിലപാടുകൾ പഠിക്കാനും ആ നിലപാടിൽ ഉറച്ചു നിൽക്കാനും. എൻ്റെ ഉമ്മ അങ്ങനെയായിരുന്നു, എൻ്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എൻ്റെ കുടുംബക്കാരെങ്ങനെയായിരുന്നു, ഇതൊന്നുമല്ല വിശ്വാസികളുടെ മറുപടി. ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹദീസുകളിലൂടെ ഇങ്ങനെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സ്വഹാബത്ത് ഇങ്ങനെ തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നേർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ച നേർന്ന ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന കാര്യം പ്രവാചകൻ നേർച്ച ചെയ്തു എന്ന് മറ്റൊറ്റ ഹദീസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നേർച്ച നേരരുത് എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതൊക്കെ കൂട്ടി വായിച്ച്
നേർച്ച നേരിൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതും ഇനി ആരെങ്കിലും നേർന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നുകൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും നന്മകളെ കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിന് വിട പറയാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളും തിന്മകളും തോന്നിയവാസങ്ങളും അരുതായ്മകളും അല്ലാഹുവിൻ്റെ മഹത്തായ ഫളല് കൊണ്ട് അല്ലാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവെ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളാ, പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയ ആളുകൾ, ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, പള്ളിയിൽ എത്താൻ കഴിയാത്തവരായ ആളുകൾ, എല്ലാവരുടെയും സങ്കടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവെ നീയ ഏറ്റവും എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وسائر أعمالنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.